ഇ.ഡി. ചമഞ്ഞ് കർണാടകയിൽ റെയ്ഡ് നടത്തിയ രാജീവ് ഫെർണാണ്ടസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മുങ്ങി. കർണാടകയിലെ അവിടുത്തെ സ്പീക്കറുടെ ബന്ധുവായ സുലൈമാൻ തീപ്പെട്ടി വ്യവസായിയാണ്, വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ രാജീവ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ആളും മറ്റു ചിലരും കൂടി ഒരു ഇ.ഡി. ആണെന്ന് പറഞ്ഞ ഒരു റെയ്ഡ് നടത്തി. അവിടുന്ന് ധാരാളം പണവും 5 മൊബൈൽ ഫോണും അവിടുന്ന് കടത്തി. 2 കാറിൽ 6 പേര് ഈ സുലൈമാൻ്റെ വീട്ടിലെത്തി. അതിനുശേഷം മകൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മകനോട് പറഞ്ഞു, മുഹമ്മദ് ഇക്ബാലിനോട് പറഞ്ഞു, ഞങ്ങൾ ഇ.ഡിയിലെ ഉദ്യോഗസ്ഥരാണ്, 6 പേരുണ്ട്, 2 കാറിലാണ് അവർ വന്നിരിക്കുന്നത്, വീട് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് വീടിനകത്ത് കയറി. വീട് പരിശോധിച്ച് അവൻ്റെ അകത്തുള്ള പണങ്ങൾ മുഴുവൻ കടത്തി. അതോടൊപ്പം തന്നെ ആ വീട്ടിലുള്ള 5 മൊബൈലും കൊണ്ടുപോയി. ഈ പയ്യൻ്റെ ഉൾപ്പെടെയുള്ള 5 മൊബൈലും കൊണ്ടുപോയി. കർണാടക പോലീസ് ഇതിനെ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ആരാണ് എന്താണെന്നൊരു പിടിയില്ല. എങ്കിലും അവിടെ വന്ന 2 കാറ് വെച്ചിട്ട് അവരന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങളൊക്കെ കാറിനെ ഫോളോ ചെയ്തു. അങ്ങനെ അതിൽ ഒരു കാറ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൊല്ലത്ത് നിന്ന് ആ കാറിൽ സഞ്ചരിച്ച 3 പേരെ അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ഇ.ഡി. റെയ്ഡിലെ ആ 6 പേരിൽ 3 പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അന്വേഷണം അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ കേസിനകത്ത് കർണാടക പോലീസിന് മനസ്സിലായി രാജീവ് ഫെർണാണ്ടസ് എന്നൊരാളും മറ്റ് 2 പേരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജീവ് ഫെർണാണ്ടസിൻ്റെ ബുദ്ധിയിലാണ് ഈ റെയ്ഡ് നടന്നതെന്നും കർണാടക പോലീസിന് വ്യക്തമായി. ഈ സന്ദർഭത്തിൽ ഇയാളെപ്പറ്റി കൊല്ലത്തൊക്കെ വരെ അന്വേഷിച്ചിരുന്നു. ആ കഴിഞ്ഞ മുമ്പിലത്തെ ശനിയാഴ്ച കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നോ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാർ നിർത്തി. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി മറ്റൊരു കാറിൽ കയറി പോകുന്നത് കണ്ടു. അവിടെ CCTV ദൃശ്യത്തിലുണ്ട്. ഏതായാലും അവിടുത്തെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. ഈ കാറ് പരിശോധിച്ചപ്പം, നമ്പർ വെച്ച് പരിശോധിച്ചപ്പം അത് പാലക്കാട് നിന്ന് മോഷണം പോയ കാറാണ്. പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടപ്പം അയാൾ പറഞ്ഞു, ഈ കാർ എൻ്റേതാണ്, എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ കാറാണ്. മോഷണം പോയ ആ കാറിൽ നിന്നാണ് ഒരു വ്യക്തി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കാറിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. ഏതായാലും പോലീസ് ബുദ്ധിപരമായിട്ട് നീങ്ങി ആ കാർ എടുത്തില്ല, അവിടെ തന്നെ കിടന്നു. കഴിഞ്ഞ ശനിയാഴ്ച ആ കാർ എടുക്കാൻ ഒരാൾ വന്നു, പിടിയും വീണു. അയാളായിരുന്നു രാജീവ് ഫെർണാണ്ടസ്. കർണാടകയിലെ ആ റോബറി, ഇ.ഡി. എന്ന് പറഞ്ഞ് ഒരു റോബറി നടത്തിയത് രാജീവ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അയാളാണ് ഈ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി, കൊല്ലത്തെ കാറിട്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും ആ കാറിൽ വന്ന് കയറാൻ ശ്രമിച്ചത്. ഏതായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായെന്ന് പറഞ്ഞു. അവിടുത്തെ കൊല്ലത്തെ താലൂക്ക് ആശുപത്രി ഉടനെ കൊണ്ടുപോയി. അവിടെ പരിശോധിച്ചപ്പോൾ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ റെഫർ ചെയ്തതെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ ഇയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായോ എന്നും അറിയില്ല. ഏതായാലും പോലീസ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അവിടെ ഇയാൾ കിടന്ന സെല്ലിൻ്റെ അവിടെ നിന്ന് തിങ്കളാഴ്ച വെളുപ്പിനെ അയാൾ അവിടെ നിന്ന് കടന്നു. പോലീസിനെ വെട്ടിച്ച് സ്ഥലം വിടുകയും ചെയ്തു. രാജീവ് ഫെർണാണ്ടസ് എന്നയാൾ ഫേക്കായി ഇ.ഡി. ആണെന്ന് പറഞ്ഞ് അവിടുന്ന് കുറേ പണവും 5 മൊബൈലും തട്ടിക്കൊണ്ട് പോയത് മാത്രമല്ല, അയാളൊരു കള്ളനാണ്, കാറ് കള്ളനാണ്. പാലക്കാട്ടുള്ള ഒരു കാർ എടുത്തുകൊണ്ടാണ്, ഒരു കാറ് അവിടെ 2 കാറിൽ ഒരു കാറ് പാലക്കാട്ടെ കാറാണ്. ആ കാറ് കൊണ്ട് അയാൾ കൊല്ലത്ത് വന്നു. ആ കാറ് കൊണ്ട് വീണ്ടും തിരിച്ചെടുക്കാൻ, അത് എടുത്തുകൊണ്ട് പോയി വീണ്ടും അടുത്ത പരിപാടിക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഒരാഴ്ചയോളം വാഹനം അവിടെ കിടന്നു. അതിനുശേഷം വന്ന് കാർ എടുത്തുകൊണ്ട് പോയി. അപ്പം പിടിയും വീണു.
രാജീവ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം കാണാൻ സുമുഖനാണ്, ആര് കൊണ്ടാലും ഒരു ED ജീവനക്കാരനാണെന്ന് തോന്നും. പക്ഷെ കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, വാഹന മോഷണ കേസിൽ പ്രതിയാണ്. ഈ തട്ടിപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം മോഷ്ടിച്ചെടുക്കുന്ന വാഹനങ്ങളാണ്. അത് അയാളുടെ കൊല്ലം പരിസരത്ത് നിന്ന് എടുക്കുന്നതല്ല എന്ന് തോന്നുന്നു. കാരണം ഒരെണ്ണം എടുത്തിരിക്കുന്നത് പാലക്കാട്ട് നിന്നാണ്. അതുകൊണ്ട് പോലീസിനെ കുഴയ്ക്കാനും ഈ കേസിന് തുമ്പില്ലാതെ പോകാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി മോഷണ കേസിൽ നല്ല കലയുള്ള, നല്ല വൈദഗ്ധ്യമുള്ള വ്യക്തി തന്നെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും. അതുതന്നെയല്ല, കർണാടകയിൽ പോയി അവിടുത്തെ സ്പീക്കറുടെ ബന്ധുവിനെ, വ്യവസായിയെ കണ്ടെത്താൻ അവിടെ തീർച്ചയായിട്ടും 6 പേരിൽ ഒരാൾക്ക് അവിടെ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ഇതുപോലെയുള്ള തട്ടിപ്പുകാരുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാവും. വളരെ വൈദഗ്ധ്യത്തോടു കൂടി അവിടെ പോയി ED ആണെന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തി അവിടുത്തെ പണവും അവിടുത്തെ മൊബൈൽ ഫോണും തട്ടിക്കൊണ്ടുപോയി വളരെ വൈദഗ്ധ്യത്തോട് തന്നെയാണ്. അത് കർണാടക സ്വാഭാവികമായിട്ടും അവിടെയുള്ളവരാണെന്ന് കരുതുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൊബൈൽ നമ്പർ ഒന്നിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ 5 എണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയി. കാരണം വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. അത് തന്നെയല്ല, ആ ഫോണൊന്നും ഇവർ ഉപയോഗിച്ചതായിട്ടും കണ്ടില്ല. CCTV ദൃശ്യത്തിൽ കൂടെ മാത്രമാണ് കാർ ഒരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് കർണാടക പോലീസ്. അതിലേക്ക് ആ കേസിന് തുമ്പ് വന്നു. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ കിൻപിന്നായ, അതിൻ്റെ നേതാവായ, അതിൻ്റെ സൂത്രധാരനായ രാജീവ് ഫെർണാണ്ടസിനെ കണ്ടെത്തിയെങ്കിലും അയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചാടിപ്പോയി. അയാൾക്ക് എന്തുകൊണ്ടാണ് നെഞ്ചുവേദന ഉണ്ടായതെന്ന്, അത് താലൂക്ക് ഓഫീസിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതെന്ന് മനസ്സിലാകുന്നു. അവിടെ സ്വാധീനം ഉണ്ടായിട്ടോ എന്നറിയില്ല. ആ കാര്യം കൂടെ പോലീസ് അന്വേഷിക്കുമെന്ന് കരുതുന്നു. നെഞ്ചുവേദന ഇല്ലാത്ത ഒരാൾ നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് അയാൾ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ചാടാൻ ഒരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ നെഞ്ചുവേദന കൊണ്ടുവന്നത്. പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഏതെങ്കിലും സിംറ്റംസ് കാണിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അയാൾ പിന്നീട് ചാടി പോകുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും കർണാടകയിലെ ഈ കേസ് ഡിറ്റക്ഷൻ ആയതോടുകൂടി കേരളത്തിൽ ഇതേമാതിരിയുള്ള ഏതെങ്കിലും ഫേക്ക് റെയ്ഡുകളോ വാഹനമോഷണങ്ങൾ ധാരാളം ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കിൻ ഈ രാജീവ് ഫെർണാണ്ടസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഭാഗം പോലീസ് അന്വേഷിക്കുമെന്ന് ഞാൻ കരുതുന്നു.